ഞാൻ എന്നെക്കൊണ്ട് സാധ്യമാകുന്ന എറണാകുളത്തെ മാധ്യമപ്രവർത്തകരൊക്കെ പരമാവധി ആളുകളെ ഞാൻ വിളിച്ചു, നിങ്ങൾ ചെയ്യണം ശരിയല്ല എന്ന് പറയാൻ വേണ്ടി. ഇത് നമ്മൾ പറയുമല്ലോ, ഈ സത്യാനന്തര കാലഘട്ടത്തിൽ സത്യം ചെരുപ്പണിയുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണ്. നിങ്ങളൊക്കെ ജേർണലിസം പഠിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രാഥമിക പാഠങ്ങളിൽ ഒന്നാണല്ലോ ഈ ഫാക്ട് ചെക്ക് എന്നുള്ളത്. ഒരു വിവരം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് കൊടുക്കുക എന്നുള്ളതല്ലോ, ഇതിന് വസ്തുത അന്വേഷിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇങ്ങനൊരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ കേൾക്കേണ്ടതാണ്, തർക്കമല്ലാന്നേ. പക്ഷെ ഇത് ഈ പറഞ്ഞ കക്ഷിയുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എവിടെയും SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒരാൾ അവസാനം മാതൃഭൂമി എവിടുന്നോ തെരഞ്ഞു പിടിച്ചൊരു ഫോട്ടോ കൊണ്ടുവന്നു. ക്യാമ്പസിൽ SFIയുടെ കൊടിയുടെ സൈഡിൽ ഈ പയ്യൻ നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ, മാതൃഭൂമിയിലാണ് ആ കാർഡ് ഞാൻ കണ്ടത് ഈ ഫോട്ടോ വെച്ചിട്ട്. ഇതിങ്ങനെയുള്ളത് എങ്ങനെയെങ്കിലും സ്ഥാപിക്കാൻ നോക്കുക, എന്തെങ്കിലും SFIക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ക്യാമ്പസിൽ പോകുന്ന പല ആളുകളും നിങ്ങളൊക്കെ പോകുമ്പോൾ SFIയുടെ കൊടിയുടെ സൈഡിൽ എവിടെയെങ്കിലും നിന്നിട്ടുള്ള ഫോട്ടോയോ ദൃശ്യം എന്തെങ്കിലും നിങ്ങളുടെ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് SFI ഉത്തരവാദിയാവും. അപ്പോൾ ഈ നിലയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾക്കുണ്ടാവുന്ന വിമർശനങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വിമർശനം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾക്കെന്തോ ശത്രുതയാണ് എന്ന് കാണുന്ന നിലയിലേക്ക് ചില ആളുകളെങ്കിലും സമീപനം സ്വീകരിക്കുക, എന്നിട്ട് ശത്രുതയാക്കി മാറ്റാം. എന്നിട്ട് ആ ശത്രുതയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. ഈ സംഘടന SFIയെ സംബന്ധിച്ച് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾക്കകത്ത്, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്ത് നിലപാടെടുക്കുന്ന, ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി നിരന്തരം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പോരായ്മകളോ തെറ്റോ ഒന്നും സംഭവിക്കാത്ത ആളുകളാണ് ഞങ്ങൾ എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഗർഭസ്ഥാവസ്ഥയിലിരിക്കുന്ന ശിശുവിനെ പോലെ അല്ലെങ്കിൽ മരിച്ച ശരീരത്തെ പോലെ തെറ്റ് സംഭവിക്കാത്ത ആളുകളാണ് ഞങ്ങൾ എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്ത് പോരായ്മ ഉണ്ടാവുന്നുണ്ട്, സംശയമില്ല. അങ്ങനെ പോരായ്മ ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത നിരന്തരം കാണിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുത്തി കൂടുതൽ നവീകരിക്കപ്പെടുന്നതിന് വേണ്ടി നിരന്തര ഇടപെടൽ, നിരന്തര ആത്മപരിശോധന നടത്തുന്നുണ്ട് ഞങ്ങൾ. എന്നാൽ ഈ വിധത്തിൽ ഒരു നരേഷൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഈ പറഞ്ഞ വലതുപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവർക്ക് ഗുണകരമാവുന്ന നിലയിലേക്കുള്ള ഈ വിധം തെറ്റായ, ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ നാദാപുരം ക്യാമ്പസിലെ SFIക്കാരെ ആക്രമിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ആർക്കും വിഷയമല്ല, ആർക്കും ഒരു വിഷയമല്ല. ഇപ്പോൾ കണ്ണൂർ സമാനമായ പ്രിൻസിപ്പളിനെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ച കേശുവിന് ജില്ലാ ഭാരവാഹി കേട്ടോ, ഒരാളും ഒരൊറ്റ മാധ്യമം ഒരു അരമണിക്കൂർ സമയം വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന നമ്മൾ ആരും കണ്ടില്ല. അപ്പോൾ SFIയോടുള്ള അമിത സ്നേഹത്തിൻ്റെ പുറത്താണ് ഈ സംഘടനയുടെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗത്തിന് പോലും ഒരു നാവ്, ഇപ്പോൾ നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തല്ലോ നമ്മളെ കൊയിലാണ്ടിയിലെ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗം. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഞങ്ങൾ സമ്മതിക്കണ്ടേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയത് ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത ഞങ്ങൾ പറയുന്നുണ്ട്. ആ പ്രസംഗത്തിലെ 2 വാചകം നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യാം. അവിടെ SFIക്കാരൻ മൃഗീയവിധം ആക്രമിക്കപ്പെടുമ്പോൾ അതൊരു വിഷയമല്ല. SFIക്കാരൻ ചോര എത്ര ഒലിച്ചാലും എത്ര ഒഴുകിയാലും ഒരു വിഷയമല്ല എന്ന നിലപാട് ആവർത്തിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കരുത്, അതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരുത്തലുണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിഷയത്തിൽ ഉൾപ്പെടെ നിങ്ങൾ ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അന്വേഷണ സംഘത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിൽ നമ്മുടെ പൊതുസമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുസമൂഹത്തിനകത്ത് ഈ നേരത്തെ ഈ നിങ്ങളൊക്കെ പറഞ്ഞു വെച്ചതുപോലെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതുപോലെ SFI കൊണ്ട് കെട്ടിത്തൂക്കി എന്ന നിലയിലുള്ള ഒരു നരേഷൻ പൊതുബോധം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്കും പങ്കുണ്ട്. അതങ്ങനെയല്ല എന്ന വസ്തുത പുറത്തു വരുമ്പോൾ വസ്തുത പുറത്തു വരാനായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളും അന്വേഷണത്തെ തുടർന്നുണ്ടാവുന്ന റിപ്പോർട്ടുകളുമാണല്ലോ ഇതിൻ്റെ വസ്തുത. സത്യം സത്യമല്ലാണ്ടാവില്ലല്ലോ. ആ സത്യം കൂടി പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. പൂക്കോട് വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ട് ഇക്കാലം അത്രയും നിങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് പച്ചക്കള്ളായിരുന്നു, നുണയായിരുന്നു എന്ന് അംഗീകരിക്കുന്നതിന് വേണ്ടിയും വസ്തുത പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയും തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർന്നിട്ടുള്ളത്.
ഞങ്ങൾ ഈ പറഞ്ഞ ഇതിനു മുൻപ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ട് അടുത്ത 2 ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട്, ഒന്ന്, ഞങ്ങൾക്ക് അതിൽ ഉണ്ടായിരുന്ന വിമർശനം അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ സഭ ഏരിയ പ്രസിഡന്റിനെ മർദ്ദിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൾ തയ്യാറായ വിഷയം, ആ വിദ്യാർത്ഥിയുടെ കാതിൻ്റെ കേൾവിശക്തി പോയതുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഇതിനോട് കൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. അത് ചർച്ച ചെയ്തില്ല, അത് പൊതുസമൂഹത്തെ അറിയിച്ചില്ല എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അതിനോട് ഈ പറഞ്ഞ വിദ്യാർത്ഥി റിയാക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. 2, പിറ്റേ ദിവസം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ SFI ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്ത് സംഘടന ആഗ്രഹിക്കുന്ന നിലയിലല്ല, അങ്ങനെയല്ല പ്രസംഗിക്കേണ്ടത്. എന്ത് വൈകാര്യം, ഒപ്പമുള്ള ആളുടെ ചെവി പോയതിൻ്റെ വൈകാര്യത പുറത്തായിരിക്കും. ആ നിലയ്ക്ക് അങ്ങനല്ല ഈ പറഞ്ഞ പോലെ പ്രസംഗം ഉണ്ടാവേണ്ടത്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ സംഘടനാ ഘടകം കൂടി ഈ പറഞ്ഞ ആളുകൾക്ക് ഞങ്ങൾ സംഘടന നടപടി സ്വീകരിച്ചു. അവരെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഏരിയ സെക്രട്ടറി ഈ പറഞ്ഞ ഏരിയ സെക്രട്ടറിയും ഏരിയ പ്രസിഡന്റ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ആ ദിവസങ്ങളിൽ തന്നെ സംഘടനാ കമ്മിറ്റി കൂടി ഈ പറഞ്ഞ 2 ആളുകളെയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. എത്ര ദിവസത്തേക്ക്? 7 ദിവസം സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തു. ഏരിയ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു, പ്രസിഡന്റ് നവതേജ് പകരം ചുമതല ജോയിന്റ് സെക്രട്ടറി, അവിടുത്തെ ജോയിന്റ് സെക്രട്ടറിക്കായിരുന്നു ചുമതല ഉണ്ടായിരുന്ന കാലയളവ്. അപ്പോൾ 7 ദിവസത്തേക്കായിരുന്നു പ്രസിഡന്റിനെ താക്കീത് ചെയ്തു. ഈ പറഞ്ഞ ഏരിയ സെക്രട്ടറിയെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതെ, അല്ല ഞങ്ങളത് ആ ഘട്ടത്തിൽ പറഞ്ഞു, ഇന്നല്ല, ഞങ്ങൾ അന്നേ പറഞ്ഞു അത് സംഘടന ആഗ്രഹിക്കുന്ന നിലക്കല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത് പിഴവുണ്ടെങ്കിൽ ഞങ്ങളതിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്, തിരുത്താനും തയ്യാറാണ്. ഞങ്ങളുടെ ഒരാളുടെ ഭാഗത്തും ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ഭാഗത്തും സമാനമായ നിലയിലല്ല ഇടപെടൽ ഉണ്ടാവേണ്ടത് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഈ ഓഡിറ്റിങ് അപ്പുറത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാദാപുരത്ത് മഹാരകമായി ഇത് അടിക്കുന്ന അവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയാണ് തല്ലണത്. ആരും ചോദിച്ചു പോവില്ല നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. ഇപ്പോൾ കണ്ണൂർ പ്രിൻസിപ്പളെ കയറി തെരുവിളിച്ച കേസിൻ്റെ ജില്ലാ ഭാരവാഹി എന്ത് ചെയ്തു എന്ന് ആരും ചോദിച്ചു പോയില്ല. അത് പ്രിവിലേജാണ്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് തിരുത്തും. ഈ പറഞ്ഞ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ജാഗ്രതയും മുൻകരുതലും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും. ഏകപക്ഷീയമാവരുത് എന്നുള്ളതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്.